നമ്മളുടെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആ ലൈറ്റ് ഒരല്പം മേളോട്ട് കെട്ടിച്ചോളൂ. ഹലോ, ആ ഫയർഫോഴ്സിന്റെ വണ്ടി ഇങ്ങോട്ട് നീക്കിട്ടോ കേട്ടോ. അല്ല സാറേ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് വേണം. താൻ ഏതാണ്? അല്ല സാറേ, ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു വന്നയാ. എനിക്കൊരു ചാൻസ് വേണം. പുതുമുഖങ്ങൾക്ക് ഇപ്പോൾ ചാൻസ് കൊടുക്കുന്നില്ല. എന്റെ സാറേ, പുതുമുഖം എന്ന് പറഞ്ഞാല് ഞാൻ ഈ സിനിമാ നടന്മാരുടെ സൗണ്ടൊക്കെ അനുകരിക്കും. എടാ, അതെല്ലാരും അനുകരിക്കുന്നതല്ലേ? അല്ലെ സാറ് പറയുന്ന വെറൈറ്റി വേണമെങ്കിൽ ഞാൻ അനുകരിക്കും. ആ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളായാലും. അല്ല, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂച്ചയുടെ സൗണ്ട് ഇല്ലേ, പൂച്ച നമ്മൾ കടിപിടി ഇടുന്ന സൗണ്ട് ഞാൻ അനുകരിക്കാം. എങ്കിലും ശ്രമിച്ചോ? നോക്കട്ടെ. നോക്കിക്കോളൂ. പ്രിയമുള്ളവരെ, ഞാൻ പൂച്ച, അത് രണ്ട് പൂച്ച തമ്മിൽ കടിപിടി ഇടുന്ന ഒരു സൗണ്ടാണ്. അത് കൊള്ളാം. പക്ഷെ ഈ നമ്മളെ കൈകൊണ്ട് ഉപയോഗിക്കുന്ന പല മെഷീനറീസ് ഉണ്ടല്ലോ. പിന്നെ കൈകൊണ്ട് ഉപയോഗിക്കുന്ന ഒരുപാട് മെഷീനറി സാധനങ്ങളുണ്ട്. അതിലെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെ അതിലെ ഒരുപാട് നമ്മൾ ഡ്രിൽ മെഷീൻ ഉണ്ടല്ലോ. ഡ്രിൽ മെഷീന്റെ പറ്റിയാ പറയും. ഡ്രിൽ മെഷീൻ. സാറേ, ഞാൻ ഈ സിനിമാ നടന്മാരുടെ സൗണ്ടൊക്കെ ഇരിക്കും. എങ്കിൽ പഴയതിൽ നിന്നായാലും. പിന്നെന്താ പഴയതിൽ നിന്നാകാം? ഒരല്പം പഴയ MS തൃപ്പൂണിത്തുറ അങ്ങനെയുള്ളെങ്കിൽ. MS തൃപ്പൂണിത്തുറ സൗണ്ട് ഞാൻ ഇവിടെ അനുകരിക്കാം. ഓക്കെ, ശരി. എന്താണോ അതിനൊക്കെ ഞാൻ പോവാണെന്നേ. എന്താണോ പ്രേമേന്ദ്ര പറയുന്നത്? കൊട്ടാരം വീട്ടിന്റെ അപ്പൂട്ടിന് ഡ്രൈവർ വിളിക്കുന്നു. വാശവൻ അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് വരാം. സാറേ, എനിക്കൊരു ചാൻസ് നോക്കാന്നെങ്കിൽ വേറെ ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലും. ഡിഫറന്റ് ആയിട്ട് ഞാൻ ശങ്കരാടി അവതരിപ്പിക്കാം. ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ അഭിനയിച്ച് പരിചയമുണ്ടോ? അല്ല, പിന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉമ്മൻചാണ്ടി. അദ്ദേഹം കൊള്ളാം. അല്ല സാറേ, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞല്ലേ, അദ്ദേഹത്തിന്റെ സൗണ്ട് കോഴിയുടെ സൗണ്ടുമായിട്ട് ചെറിയ സാമ്യതയുണ്ട്. ഒരു മിനിറ്റ്. കോഴിയായിട്ട് അവതരിപ്പിക്കണ്ട. അയ്യോ, അതല്ല സാറേ, ഉമ്മൻചാണ്ടിയുടെ സൗണ്ടിൽ നിന്ന് വ്യതിചലിച്ചൊരു കോഴിയുടെ സൗണ്ട് ആക്കി മാറ്റുന്ന ഒരു ചെറിയ പ്രക്രിയ. മാതൃഭാഷകർക്ക് നന്ദി, നമസ്കാരം. ഒരു മെടുക്കി എന്ന് പറഞ്ഞാല് എന്റെ സൗണ്ടിൽ നിന്ന് വ്യതിചലിച്ച വേറൊരു മിമിക്രിയാണ് എന്ന്. അതായത് എന്റെ സൗണ്ടിൽ നിന്ന് വ്യതിചലിച്ച് ഞാനൊരു കോഴിയുടെ സൗണ്ടാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഒരു കോഴി. സാറേ, എനിക്കൊരു ചാൻസ് നോക്കാം. ഇതൊന്നും അല്ലല്ലോ. പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ എന്തെങ്കിലും. പ്രതിപക്ഷ നേതാവ് നമ്മുടെ VS അച്യുതാനന്ദൻ സാർ, അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഓക്കെ, ഞാൻ ചെയ്യാം. പിന്നെ സിമ്പിൾ അല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. വളരെ വ്യക്തവും സക്രിതവുമായി പറയുകയാണെങ്കിൽ ഒരു പാട്ട് പാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഭാരതമെന്ന പേർ കേട്ടാലേ അഭിമാന പൂരിതമാവണമെന്തരംഗം. അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾ പാടുന്ന പോലെ കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല. കൊച്ചു പൂമ്പൊടിയായി പൂമലരായി
മോനെ കുന്ത്രാന്തം 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 അറിയാമല്ലെന്നിട്ട് ചോദിക്കുക എന്താ ഈ കുന്ത്രാന്തം? നന്ദി സാറേ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സിനിമാ നടന്മാരുടെ സൗണ്ട് സിനിമാ നടന്മാരുടെ സൗണ്ട് ചെയ്യുമല്ലോ. താങ്കളെ കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും? ഞാൻ ഉമ്മർ ചെയ്യാം. ഉമ്മർ? ഉമ്മർ. ശരി. ഞാനൊരു പുതിയ ജീവിയാണ്. മുഖം കാണുമ്പോൾ ഞാൻ കൂടി തിരിച്ചു പോവുകയാണ്. കഥകു തുറക്കാൻ നിന്നോട് പറഞ്ഞത് കഥകു തുറക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചിട്ട് ബിലാസിംഗ് ചെയ്യും. എനിക്കൊരു ചാൻസ് നോക്കാം. പഴയ നടന്മാരൊക്കെ പോട്ടെ, നമ്മുടെ പുതിയ ട്രെൻഡിലേക്ക്. അല്ല, പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ ഇന്ദ്രൻസ്, ജഗദീഷ്, അങ്ങനെയുള്ള ആരെങ്കിലും? ഇന്ദ്രൻസാ? ഇന്ദ്രൻസിനെ വേണം ചെയ്യാം. നമ്മുടെ സംഭവം നീലക്കുട്ടി സത്യസന്ധയുടെ മുഖം കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ. നീലക്കുട്ടി ചക്കരി വെച്ചത് കൊക്കിന് കൊണ്ടത് ഒന്നുകൊണ്ട് തന്നെ പടലിക്കിട്ടാ. സാറേ, ഞാൻ അടുത്തേട്ടെ ജോസ് പ്രകാശിന്റെ സൗണ്ട് ചെയ്യാം. ജോസ് പ്രകാശ്. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ച് വിജയിച്ചു. ജപ്പാനിലെ കുട്ടികൾ അതിനുപരി ആശ്രയിക്കാനില്ല. ഞാൻ നിങ്ങളെ മുതലക്കൊലക്ക് എന്ത് ഇവിടെ മുതലക്കൊലക്ക് ആസ്വദിക്കൂ. ഓക്കെ സാറേ. എനിക്കൊരു ചാൻസ് തരണം. എടോ നോക്കട്ടെ, ഇനി ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ടല്ലോ. സാർ പറ, ഏത് വേണമെന്ന് സാർ പറഞ്ഞാൽ മതി. നമ്മള് മെയിൽ സൗണ്ട്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫീമെയിൽ സൗണ്ട് ആയാലോ? ഫീമെയിൽ സൗണ്ട് ആരെ വേണം? ഫിലോമിന. ഷീല, ഫിലോമിന, അങ്ങനെയുള്ള. ഫിലോമിന. സാറേ, എനിക്കൊരു ചാൻസ് തരാം. അതിനു മുമ്പ് നമുക്ക് ഒരുപാട് ടെസ്റ്റ് ഉണ്ടല്ലോ. സാറ് പറഞ്ഞാ മതി. നമുക്ക് ഇതൊന്നും അല്ലാതെ ഈ വില്ലൻ റോളുകൾ കൈകാര്യം ചെയ്യുന്ന അങ്ങനെ ഏതെങ്കിലും ഭീമന്റെ കൂടെ ഇരിക്കാം. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടയം താരം വരെ പട്ടയത്തടിഞ്ഞ പരമോ വിനാശമാണ് ഓപ്പോസിറ്റ് ഓരട്ടെ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മള് മലയാളികളല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഏതെങ്കിലും നടന്മാരെ? മലയാളികളല്ല, നമ്മുടെ മൻസൂറിലേക്കാണ് ഞാൻ ഈ വേദിയിലായിട്ട് ഇരിക്കാം. இந்த மாதிரி தலைச்சேட சாப்பு என்ற கைத்தோட சோப்பு என்னமா உனக்கு ஒண்ணுமே தெரியாத இது நாங்க துப்பாக்கியா இதுக்குள்ள கூண்டுறக்கா என்ன கூண்டா உன்னை சொல்ற சாம்பலாக்கமா டேய் என்னடா இது என்ன வாங்கிருக்க உனக்கு ஒண்ணுமே தெரியாத என்ன இது? അതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ നാടക നടിമാരെ ഒക്കെ അനുകരിക്കാറുണ്ട്. നാടക നടിമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ അടൂർ ഭവാനി, നമ്മുടെ ഹിറ്റ്ലർ എന്ന സിനിമയിലെ അടൂർ ഭവാനി ഇല്ലേ? അടൂർ ഭവാനി മക്കള് കാണിച്ചതെന്ന് ആരാണോ പറയുന്നത്? അങ്ങനെ പെൺപിള്ളാർക്ക് പേറ്റുപോകുണ്ടാകും. അതിനെ വല്ല ആൺപിള്ളാരെ കൊണ്ട് കാണിക്കണ നന്ദി സാറേ. താങ്കളെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പരസ്യത്തിലേക്ക് താങ്കൾ ക്ഷണിച്ചോണ്ട് പോവുകയാണ്. പരസ്യം നമ്മുടെ അറ്റ്ലസ് ജ്വല്ലറി അങ്ങനെയുള്ള എന്തെങ്കിലും പരസ്യങ്ങൾ? അറ്റ്ലസ് ജ്വല്ലറി സാർ, അതിനു മുമ്പേ ഞാൻ പറവൂർ ഭരതൻ എന്ന് പറഞ്ഞ ഒരു മലയാള സിനിമയിൽ ഒരു നടനുണ്ട്. അദ്ദേഹത്തിന്റെ വേദിയിലോട്ട് തന്നെ ഇരിക്കാം. പിന്നെ ജൂനിയർ മാൻഡ്രേക്ക് എന്ന ചിത്രത്തിലെ പറവൂർ ഭരതൻ അഭിനയിച്ച ഒരു ചെറിയ ഡയലോഗ്. സത്യം പറഞ്ഞാൽ മുതലാളിയെ കണ്ടാൽ നാട്യമായിട്ട് അടിക്കാൻ തോന്നും. ഈ പറഞ്ഞത് എനിക്ക് വരെ മുതലാളിയെ കണ്ടാൽ നാട്യമായിട്ട് അടിക്കാനാണ് തോന്നിയത്. സത്യം പറഞ്ഞാൽ
മുതലാളി പണ്ട് 10-26 കാലമായിട്ട് ഞാൻ ഈ റോഡായിട്ട് നടന്നു പോകുകയാണ്. ഇങ്ങനൊരു നിർമ്മിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ വണ്ടി ഇടിച്ചു. സാറേ ഇനി വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷീല ഉണ്ടല്ലോ, മനസ്സിലക്കറി എന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഷീല. അയ്യോ എടാ രാമുവേ, എന്റെ രാമു, എന്റെ മാത്തുക്കുട്ടിച്ചായൻ എന്നോട് പറയുക ബീഫ് കഴിച്ചാൽ കൊളസ്ട്രോൾ വരുമെന്ന്. എടാ ജോസുമോനെ, എടീ കൊച്ചുമോളെ, നിനക്ക് പണം തരാമെന്ന് പറഞ്ഞത് അമ്മച്ചില്ലോടി. അയ്യോ എന്റെ രാമുവേ. നന്ദി സാർ. ശരി, ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ പുതിയ പയ്യന്മാരുടെ ഏതെങ്കിലും ഇന്ദ്രജിത്ത് അങ്ങനെ എന്തെങ്കിലും? സാറേ ഞാൻ ഇന്ദ്രജിത്തിന്റെ സൗണ്ട് അനുകരിക്കാം. ഇന്ദ്രജിത്ത് പിള്ളച്ചോ ചെല്ലി 10-26 വർഷമായില്ലേ സർവീസ് തീർന്നിട്ട്. ഇതുവരെ ഒരു പ്രതിയോട് ചോദ്യം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കും. എന്താണോ നിന്റെ പേര്? മാധവനല്ലേ? വട്ടപ്പേര് പറ. മീശ മാധവൻ. നിന്റെ ആ മീശ ഒന്ന് പിരിച്ച് മേവട്ടൊന്ന് വെച്ച് ഞാനൊന്ന് കാണട്ടെ. നല്ല സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. നാളെ നമ്മൾ തമ്മിൽ കാണുമ്പോഴേ ഈ മീശ പിരിച്ച് മേവട്ട് വെക്കരുത്. അതങ്ങ് പഠിച്ചേക്കണം. ക്ലീൻ ഷേവ്. മനസ്സിലാവടാ? അതൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് ജഗദീഷിനെ അവതരിപ്പിക്കാം. ജഗദീഷ് എനിക്ക് കുട്ടി പറഞ്ഞതിൽ കാര്യമുണ്ട്. കുട്ടി കാര്യമായിട്ടാണോ അതോ തമാശക്കാണോ പറഞ്ഞത്? സാറേ സാറിത് കേൾക്കുന്നുണ്ടോ? അല്ല ജഗദീഷിന്റെ സൗണ്ട് അങ്ങോട്ട് നോക്കി. സാറേ ഇനി വേറെ ഏത് വേണം ഞാൻ അവതരിപ്പിക്കാം? സാറ് പറ. താനൊരു പണി ചെയ്യും. ഒരു പരസ്യത്തിന്റെ ഒരു ചെറിയൊരു തീം ഒന്ന് അവതരിപ്പിച്ചു. സാറേ ജയനെ അവതരിപ്പിച്ചാലോ? സാറ് പിടിക്കോ ജയനെ? ജയൻ പഴയൊരു നടനല്ലേ, അദ്ദേഹത്തെ അവതരിപ്പിച്ചോ? പെൺകുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുക്കളത്തെ ഷാച്ചില്ലേ? നിന്റെ പേരിനോട് സംസാരിക്കണമെങ്കിൽ നിന്റെ വാഴ്ന്നിരിക്കുന്ന പുട്ടിന്റെ നമുക്ക് ഞാനെടുത്ത് തരാൻ. എന്നെ കുറിച്ചുള്ള സകല കാര്യങ്ങൾ നിനക്ക് മാത്രമാണ് അറിയാവുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ കെട്ടി തുകയാണ്. സാറേ നമ്മുടെ ശങ്കരാടി ഉണ്ടല്ലോ, ശങ്കരാടി അനുമതി അവതരിപ്പിക്കാം. അവിടെ പോകും ഓടിച്ചിട്ടില്ല മണ്ണാക്ക്, ഓടിച്ചിട്ട് തേങ്ങാ പിണ്ണാക്ക് അങ്ങനെ കൊടുത്താൽ മതി. ചടപട വീടിയല്ലേ പാട്ട് കേട്ട് കാണാൻ മേമന തറവാടി അവിടെ ഇരിക്കണം. അപ്പൊ നമ്മള് ദാഷാണിയായിട്ട്. അല്ല സാറേ നമ്മള് വേറൊരു നടന്നുണ്ട്, നമ്മുടെ സുകുമാരനെ വേദിയിലോട്ട് അവതരിപ്പിക്കാം. സുകുമാരനെ വേദിയിലോട്ട് അവതരിപ്പിക്കാം. പാർവതി കുട്ടി വരണം ഇരിക്കണം, കുടിക്കാൻ കാപ്പിയോ ചെയ്യൂ. എന്റെ കൊണ്ട് പിഴച്ച് 10-20 വർഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. വെയിൽ കിടക്കുന്ന പാമ്പിനെ തിരുമാതിരി വേണ്ടാത്തടുത്ത് വെച്ച് പോലും. അപ്പൊ ഞാൻ പോട്ടു പറഞ്ഞേ. താങ്കളുടെ അവതരണ രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാറേ. താങ്കളെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഒരു പരസ്യം എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പരസ്യം. പരസ്യത്തിന് പ്രധാനപ്പെട്ട ഒരാളുണ്ട്. ആരാ? ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. നിങ്ങൾക്ക് മത്സരിക്കാം ഹലാലിയിലേക്ക്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അല്ല ഇവിടെ ഞാന് ഡയറക്ടർ സാറിനോട് ചെറിയ ചാൻസ് ചോദിച്ചു വന്നതാണ്. അല്ല ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോ ഈ സാറിനോട് ചെറിയ ചാൻസ് ചോദിച്ചു വന്നത്. പിന്നെ ഡയറക്ടർ ഇല്ലയോ? ഒരു ചെറിയ പരിപാടിയായിരുന്നു. നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. ഒരു ചെറിയ പരിപാടി ഇത്രയും നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നന്ദി, നമസ്കാരം.